ഹായ് ഹലോ അസ്സാം വലൈക്കും. ബത്തുൽ ഫുഡ്സ് ആൻഡ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മളൊരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അതിനാദ്യമായിട്ട് നമുക്ക് ഒരു കപ്പ് അരിയാണ് വേണ്ടത്. ഒരു കപ്പ് അരി കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ ഒരു 5 മണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കുക വേണ്ടത്. 5-6 മണിക്കൂർ വെച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. അപ്പോൾ അതിനാദ്യം വേണ്ട 2 അച്ച് ശർക്കര നമ്മൾ ഉരുക്കിയെടുക്കുകയാണ്. അതിലൊരു കപ്പ് വെള്ളം പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ഉരുക്കിയെടുക്കുന്നത്. ഉരുക്കിയെടുത്തത് പിന്നെ നമ്മൾ അരി കഴുകി വാരാൻ വെച്ചത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അരിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് 2 ടേബിൾ സ്പൂൺ ചോറ് ചേർത്ത് കൊടുക്കാം. അതേപോലെ 3 ഏലക്കായ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക. അതേമാതിരി നമ്മൾ ചിരകി വെച്ച തേങ്ങ 2 സ്പൂൺ അതും കൂടി ചേർത്ത് കൊടുക്കണം. ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. നമ്മൾ പാകത്തിനുള്ള ഉപ്പ് എത്ര വെച്ചാൽ നമ്മൾ എത്ര എടുക്കണം വെച്ചാൽ അതിനനുസരിച്ചിട്ടാണ് ഉപ്പ് ചേർക്കേണ്ടത്. പിന്നെ നമ്മൾ ആ ശർക്കര ഉരുക്കി വെച്ചത് ആ ഒരു കപ്പും കൂടി അതിലേക്ക് പറഞ്ഞിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. നന്നായി അരച്ചെടുത്ത് നമ്മളൊരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം അതിലേക്ക് ഒരു 1/2 കപ്പ് മൈദ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. കട്ടൊന്നുമില്ലാതെ നന്നായി മിക്സ് ആയതിന് ശേഷം ഒരു 4 മണിക്കൂർ നമുക്ക് മാറ്റി വെക്കണം കേട്ടോ. ഇനി 4 മണിക്കൂറിന് ശേഷം നമുക്ക് ചട്ടി വെച്ച് അതിൽ നെയ്യ് പാർന്നിട്ട് തേങ്ങ വറുത്തെടുക്കണം. നന്നായി വറവായതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച മിക്സിയിൽ അതിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. 4 മണിക്കൂറിന് ശേഷമാണ് കേട്ടോ അത് ചേർത്ത് കൊടുക്കേണ്ടത്. അതേമാതിരി 1 സ്പൂൺ എള്ളും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിനി പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ എണ്ണ നല്ല ചൂടായതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ നമ്മൾ വെക്കുക. എന്നിട്ട് നമ്മൾ ഈ മിക്സ് നമ്മൾ പിന്നെ ഈ മിക്സ് പാർന്ന് കൊടുക്കുമ്പോൾ എണ്ണ അത് മുങ്ങാൻ തരത്തിലുള്ള എണ്ണ വേണം കേട്ടോ. അതിൽ നേരെ ആവുകയുള്ളൂ. 2 മിനിറ്റ് ഇടവിട്ട് നമ്മളത് മറിച്ചിട്ട് നന്നായിട്ട് വേവിക്കണം കേട്ടോ. നന്നായി വേവിച്ച് ബ്രൗൺ കളറായ പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ നല്ല ടേസ്റ്റിയായ നെയ്യപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുന്നുണ്ട്. ഉണ്ടാക്കിയിട്ട് അഭിപ്രായം അറിയിക്കുന്നു. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. ഞങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാണ്. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.